കൂട്ടുകാരെ നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പില്ല. കാട്ടാക്കട ആരനാട് ഭാഗത്ത് ഉള്ളവർക്ക് നെയ്യാറ്റിൻകര ഇറങ്ങിയിട്ട് വേണം പോകാൻ. അത് വളരെ ദുരിതം പിടിച്ച ഏർപ്പാടാണ്. ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ളത് പാറശാല മുതൽ തിരുവനന്തപുരം വരെയാണ്. അത് രാവിലെ 6 മണി മുതൽ 9 മണി വരെ അതികഠിനമായ തിരക്കാണ് ബസ്സുകളിൽ പോലും അനുഭവപ്പെടുന്നത്. ടൂ വീലറിനെ ആശ്രയിക്കാൻ കഴിയാത്തവർക്ക് ഒരു സഹായമാണ് റെയിൽവേ ശൃംഖല. അപ്പോൾ രാവിലെ ജോലിക്കായിട്ടൊക്കെ പാറശാലയിൽ നിന്ന് വരുന്നവർക്ക് ഒരു രണ്ട് ട്രിപ്പ് ട്രെയിനെങ്കിലും ഏകദേശം ഒരു 6 മണിക്കും 7 മണി 8 മണി ഈ 3 ടൈമുകളിലും ഒരു പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഏറെ ഗുണകരമാകും. പാറശാല, നെയ്യാറ്റിൻകര, ബാലരാമപുരം സൈഡിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സിറ്റിയിലോട്ട് പോകുന്നത്. അവർ ആശ്രയിക്കുന്നതും ട്രെയിനിനെയാണ്. അപ്പോൾ ഫുട്ബോളിൽ വരെ നിന്ന് പോകേണ്ട അവസ്ഥയാണുള്ളത്. ഇനിയും ഒന്നിൽ കൂടുതൽ ട്രെയിൻ അനുവദിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു തിരക്കിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? മാർത്താണ്ഡത്തു നിന്നാണ് വരുന്നത്. നിങ്ങൾ ട്രെയിനിനാണ് എന്നും ട്രെയിനിനെയാണ് ആശ്രയിക്കാറ്? അതെ തന്നെ. അപ്പോൾ രാവിലെ അവിടെ നിന്ന് ഏതൊക്കെ ടൈമിലാണ് ട്രെയിൻ ഉള്ളത്? 7 മണിക്കുണ്ട് ട്രെയിൻ. അപ്പോൾ ആ ട്രെയിനിലാണ് വരുന്നത്. അത് കഴിഞ്ഞുള്ള ട്രെയിന് ട്രെയിനുണ്ട്, അടുത്ത 8:30 ട്രെയിനുണ്ട്. അത് ഇവിടെ നിർത്തൂല. ബാലരാമപുരത്ത് സ്റ്റോപ്പില്ലാത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ട്രെയിനുണ്ട്, പക്ഷേ സ്റ്റോപ്പില്ലാത്ത അവസ്ഥ. അപ്പം ഞങ്ങളും അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ്. ഒരു സ്റ്റോപ്പ് അനുവദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ചെറിയൊരു എളിയ ശ്രമമാണിത്. അപ്പോൾ ഒരുപാട് ജോലിക്കാർ, ഏറ്റവും കൂടുതൽ ജോലിക്കാർ വരുന്ന മാർത്താണ്ഡം, പാറശാല സൈഡിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജോലിക്കാർ. അവർ കൃത്യസമയത്ത് എത്താൻ കഴിയുന്നില്ല ബസ്സിലായതുകൊണ്ട്. അപ്പം കഴിവതും ഒരു ട്രെയിന് ഒരു പാസഞ്ചറോടെ ഒക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ കുറച്ച് തിരക്ക് ഒഴിവാകും അല്ലേ? അപ്പോൾ അതുമാണ് നമ്മുടെ ഒരു ശ്രമം എന്ന് പറയുന്നത്. എല്ലാവരുടെയും അഭിപ്രായം അതാണ്. ബാലരാമപുരത്ത് പ്രത്യേകിച്ച് നമുക്കാണെങ്കിൽ പോലും എല്ലാ ട്രെയിനുകളും നാഗർകോവിൽ വരെ പോകുന്നതാണെങ്കിലും ബാലരാമപുരത്ത് സ്റ്റോപ്പില്ല. നമുക്ക് ഒന്നുകിൽ തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് ബാലരാമപുരത്തേക്ക് ബസ്സിന് വരണം, അല്ലെങ്കിൽ നെയ്യാറ്റിൻകര പോയിട്ട് ഇങ്ങോട്ട് ബസ്സിന് വരേണ്ട അവസ്ഥയാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ഇതാണ് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പല സംവിധാനങ്ങളും ഭാഗികമായി പ്രവർത്തനരഹിതമാണ്. ചില സമയങ്ങളിൽ ടിക്കറ്റ് കൊടുക്കാൻ പോലും ഉദ്യോഗസ്ഥർ ഇല്ലെന്നാണ് ഇവിടുത്തെ യാത്രക്കാർ പറയുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ട്രെയിൻ ടിക്കറ്റിൻ്റെ മിനിമം നിരക്ക് 10 രൂപ ആയതോടെ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചു. അതോടെ ട്രെയിനിലുള്ള യാത്രയും വളരെ ദുസ്സഹമായിരിക്കുകയാണ്. ബാലരാമപുരത്തെ എല്ലാ ട്രെയിനിനും സ്റ്റോപ്പില്ലാത്തത് കാരണം യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്. കൂടുതൽ ട്രെയിൻ സർവീസുകളും എല്ലാ ട്രെയിനിനും സ്റ്റോപ്പ് അനുവദിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള യാത്രക്കാർ. അഭിപ്രായം ചോദിച്ചോ?